ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയരെ, യഹോവയെ അന്വേഷിക്കുന്നവരെ അവൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. നാം അന്വേഷിക്കേണ്ടുന്ന വണ്ണം നാം അന്വേഷിച്ചാൽ സത്യമായി ദൈവത്തെ വിളിച്ചുപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു എന്ന് പറയുന്നത് പോലെ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തിന് പ്രസാദമാകുമെണ്ണം ജീവിച്ച് നാം യഹോവയെ അന്വേഷിക്കുമ്പോൾ കർത്താവ് നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. അതെ, നാം ഏത് വിഷയത്തിനാണോ അന്വേഷിക്കുന്നത്, ചിലപ്പോൾ വൈകിയാലും നിശ്ചയമായി കർത്താവ് നമുക്ക് പ്രതിഫലങ്ങളെ നൽകും. കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ ദൈവം സഹായിക്കും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് 24 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 6-ാം വചനം. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. അതെ, നാം പല വിഷയങ്ങളുടെ മറുപടിക്കായി ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ചില കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ചില വിടുതൽ, ചില അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. എന്നാൽ ആരാണ് യഥാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്നത്? അതെ, എല്ലാറ്റിനേക്കാളും ഉപരിയാൽ ആ തിരുമുഖം എൻ്റെ മേൽ പ്രകാശിപ്പിക്കണമേ, ആ സാന്നിധ്യം എൻ്റെ മേൽ പകരണമേ, അങ്ങയുടെ ആത്മശക്തി മേൽ പകരണമേ, അങ്ങയുടെ മഹത്വം കാണുവാൻ അടിമയെ ഇടയാക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി എത്ര പേർ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. അതെ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എന്നാൽ എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായിത്തീർന്നു. അതെ, ദൈവത്തിന് കൊള്ളാകുന്നവണ്ണം, ദൈവത്തിന് പ്രസാദമാകുമെന്ന് നാം യഹോവയെ അന്വേഷിച്ചാൽ നിശ്ചയമായി നാം ചിലത് പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. എങ്ങനെയാണ് അവർ ദൈവത്തിൻ്റെ തിരുമുഖം അന്വേഷിച്ചത്? അവർ ആരായിരുന്നു? അതേ അധ്യായം അതിൻ്റെ 4-ാം വചനം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സു വയ്ക്കാതെ കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അതെ, വെടിപ്പുള്ള കൈ. നമ്മുടെ കരങ്ങളെ ഒന്ന് നോക്കാമോ? പുറമേ ശുദ്ധിയുള്ള കൈകളായിരിക്കാം, എന്നാൽ ഈ കരങ്ങൾ കൊണ്ട് ദൈവത്തിന് ഹിതമായുള്ളത് മാത്രമാണോ നാം ചെയ്യുന്നത്? ഈ കരങ്ങൾ കൊണ്ട് ഇന്ന് എപ്പോഴും നാം ചലിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിലെ പല ഡിവൈസസ് ഉണ്ട്. ഹല്ലേലൂയ, പല കാര്യങ്ങളുണ്ട്. എല്ലാം ദൈവഹിത പ്രകാരമാണോ നാം ചെയ്യുന്നത്? നമ്മുടെ വിരലുകൾ അനക്കുന്നത്, നമ്മുടെ കൈകൾ പ്രവർത്തിക്കുന്നത് നമ്മെ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. ചിലപ്പോൾ നാം ദൈവത്തിന് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കാം, എന്നാൽ ഉദാസീനതയോടെയാണോ ചെയ്യുന്നത്? അവിശ്വസ്തയോടെയാണോ ചെയ്യുന്നത്? അതെ, കർത്താവ് എല്ലാം കാണുന്നു. നാം മറ്റുള്ളവർക്ക് നല്ലത് ചെയ്താൽ ഹൃദയത്തിലൊരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ മുറുമുറുപ്പ്, അവൻ നല്ല മനസ്സോടെയാണോ ചെയ്യുന്നത്? ദൈവത്തിനും മനുഷ്യർക്കും മുൻപിൽ നമ്മുടെ കരങ്ങൾ ശുദ്ധമുള്ളതാണോ? വെടിപ്പുള്ള കൈയാണോ? സ്തോത്രം. ദൈവത്തിന് ഹിതമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ കരങ്ങളെ അശുദ്ധമാക്കുന്നുണ്ടോ? മാത്രമല്ല, നിർമ്മല ഹൃദയം. നമ്മുടെ ഹൃദയം ആർക്കും അറിയുവാൻ കഴിയത്തില്ല. ദൈവം മാത്രമാണ് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ. ആ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുമ്പോൾ ദുരുദ്ദേശമൊന്നും കണ്ടില്ല എന്ന സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രാഗൽഭ്യത്തോട് പറയുന്നു. കാരണം ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ. അത് ദൈവത്തിൻ്റെ ഹൃദയമിടിപ്പ്, ദൈവത്തിൻ്റെ ഹൃദയത്തുടിപ്പ്, ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കി ആ ഒരു സാന്നിധ്യത്തിൽ നിറഞ്ഞ് നാം ജീവിച്ചാൽ ഒരിക്കലും നമ്മുടെ ഹൃദയത്തെ നിഷ്കളങ്കതയെ സ്തോത്രം നിഷ്കളങ്കതയിൽ നമ്മെ അകറ്റിക്കളയുന്ന നിർമ്മല ഹൃദയം വിട്ട് ദുഷ്ടഹൃദയം നമ്മിലുണ്ടാക്കുന്ന യാതൊരു പ്രവൃത്തിയും, യാതൊരു ചിന്തയും, യാതൊരു നിരൂപണങ്ങളും നമ്മുടെ ഹൃദയത്തിൽ വരത്തില്ല. അതെ, എല്ലാം വിശുദ്ധമായിരിക്കും. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. മാത്രമല്ല, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെ. അത് നമുക്ക് സത്യമെന്നറിയാം, വ്യാജമെന്നറിയാം, എന്നാൽ സത്യത്തെക്കാളും ഉപരി വ്യാജം കേൾക്കുവാനും വ്യാജം പറയുവാനും വ്യാജത്തിൽ രസിക്കുവാനും ആണ് എന്നെല്ലാവർക്കും മനസ്സുള്ളത്. അങ്ങനെയാണോ നാം ചെയ്യുന്നത്? അതുപോലെ കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ, അതെ,
ദൈവം എപ്പോഴും നമ്മെ കാണുന്നുണ്ട്. മനുഷ്യരുടെ മുൻപിൽ ഞാൻ സത്യമായിട്ട് പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് നമ്മെ കാണുന്നുണ്ട്. അതെ, ദൈവത്തിൽ നിന്നെടുത്ത തീരുമാനത്തിൽ നിന്ന്, പ്രതിഷ്ഠയിൽ നിന്ന് നാം വിട്ടുമാറി നിൽക്കുന്നുണ്ടാവും. അതേ, സ്തോത്രം. നമ്മെ തന്നെ ശോധന ചെയ്യാം. ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥമായി യഹോവയെ അന്വേഷിക്കുന്ന തലമുറ. ഇവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ തിരുമുഖം പ്രകാശിച്ച് അവരെ അനുഗ്രഹിക്കത്തുള്ളൂ. ഇവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം അതിൻ്റെ 5-ാം വചനത്തിൽ അവർ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. അതെ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അത് ഈ ഭൂമിയിലും ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിലെ ആ നിത്യ സൗഭാഗ്യം നമുക്ക് പ്രാപിക്കുവാനിടയായിത്തീരും. ദൈവത്തോട് ലഭിക്കുന്ന നീതി മാത്രമേ നമുക്ക് യഥാർത്ഥ നീതി എന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. അതെ, ദൈവത്തിൽ നിന്ന് നീതി പ്രാപിക്കുവാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ നാളുകളിൽ ആകേണ്ടുന്നവണ്ണം നമുക്കായി തീർന്നുകൊണ്ട് യഹോവയെ അന്വേഷിക്കാം. നിശ്ചയമായി കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമുക്ക് ഉത്തരമരുളാം. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പ്രഭാതത്തിൽ അങ്ങനെകൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. അതെ അപ്പോൾ ഞങ്ങളെ എങ്ങനെ തീരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഞങ്ങൾ ശുദ്ധിയുള്ളവരായി, നിർമ്മലരായി, കർത്താവ് നിഷ്കളങ്കരായി, കർത്താവെ അമ്മ സത്യത്തിൽ നിലനിൽക്കുന്നവരായി, സ്തോത്രം വ്യാജത്തിൽ മനസ്സ് വയ്ക്കാത്തവരായി, ദൈവഭയം ഭക്തിയും വിശുദ്ധിയോടും കൂടെ അങ്ങ് അന്വേഷിക്കുവാൻ അപ്പോൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിനാഥ. അങ്ങിൽ നിന്ന് അനുഗ്രഹവും നീതിയും ഞങ്ങൾ പ്രാപിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.